റിസൾട്ട് എന്ന് പറഞ്ഞാല് ഞാൻ MD സാറിനെ പരിചയപ്പെട്ടത് 2021 ഒക്ടോബർ മാസം ഒന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഹോം ഷോപ്പ് എടുക്കാൻ വേണ്ടി തൃശ്ശൂർ ദാസ് ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമ്മുടെ MD സാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനായിട്ടും എൻ്റെ മോളായിട്ടും ഒക്കെ പരിചയപ്പെട്ട് അപ്പം എൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, സാറേ 12 വർഷമായി എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. ഭയങ്കര വിഷമത്തോടുകൊണ്ട് ഞാൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറ് കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ എഴുതി തന്നു. അങ്ങനെ 25,000 ഹോം ഷോപ്പിൽ ഞാൻ ആ പ്രോഡക്റ്റുകളെല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് രാത്രി തന്നെ ഇത് പൊട്ടിച്ച് മോൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ മോൾക്ക്. എന്ന് പറഞ്ഞാൽ PCOD തകരാറ്, പിന്നെ സ്ത്രീ ഹോർമോൺ ഇല്ല, പുരുഷ ഹോർമോൺ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര വണ്ണമൊക്കെ ഉണ്ടായിരുന്ന മോളാണ്. അങ്ങനെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ മോൾക്ക് എൻ്റെ ബോഡിയിൽ വന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തോളം കഴിച്ചു തോന്നുന്നുണ്ട് ഇത്രയും പ്രോഡക്റ്റുകളൊക്കെ. അങ്ങനെ ഞങ്ങൾ പാലാരിവട്ടം മെഡിക്കൽ സെന്ററിൽ വെറുതെ ഒന്ന് ചികിത്സയ്ക്ക് പോയതാണ്. അപ്പൊ പറഞ്ഞു മോളുടെ ശരീരമൊക്കെ നോർമലായിട്ടുണ്ട്, പിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു മാസം അവിടുത്തെ മരുന്നും കഴിച്ചു. പിറ്റേ മാസം പറഞ്ഞു മോള് ഗർഭിണിയാണെന്ന്. ഇപ്പൊ എന്താണിത്, ഞാനിപ്പോ ഹൈലോണിന്റെ നമ്മുടെ പ്രോഡക്റ്റ് സംസാരിക്കുന്ന പ്രോഡക്റ്റാണ്. ഹൈലോണിന്റെ എനറോൺ, UT, പിന്നെ 369 ഇതൊക്കെയാണ് സാറ് എഴുതി തന്നിരുന്നത്. അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ എൻ്റെ മോള് നല്ല ഉഷാറായി. ചാകാൻ വരെയും പോയതാണ്. ചാകാൻ ഇവിടുത്തെ ഭാഷയിൽ എങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടാ. മരിക്കാൻ വരെയും തയ്യാറെടുത്തിരുന്നാണ് ഞാൻ എൻ്റെ മോളും മരുമോനൊക്കെ. എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതം വേണ്ട, മതിയായി എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ കുത്തുവാക്കുകളും എല്ലാം കേട്ട് മച്ചി എന്നുള്ളൊരു വിളി കേട്ട് അവർക്ക് മതിയായി. അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മോള് ദൈവത്തിനെ വിചാരിച്ചു മോള് ഇത് കഴിച്ചു കഴിയുമ്പോൾ മോൾക്ക് മാറ്റങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ മോളിപ്പോൾ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി 1 വയസ്സും 2 മാസവും പ്രായമായിട്ടുണ്ട് എൻ്റെ മക്കൾക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നും വിട്ടു നിന്നത്. എനിക്ക് എൻ്റെ മോളെ പരിരക്ഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇത്രയും പിന്നെ നമ്മുടെ MD സാറ് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. പിന്നെ അന്ന് വർക്കിന് പോയപ്പോൾ നമ്മുടെ